എല്ലാവർക്കും SR കറിവെട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നാടൻ രീതിയിലുള്ള ഒരു മീൻ കറിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അതായത് ചക്കക്കുരു, ചെമ്മീൻ, മാങ്ങ, മുരിങ്ങയ്ക്ക കറി. അടിപൊളി കറിയല്ലേ. അതിനായി ഞാനിവിടെ കുറച്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, 4 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക്. ഞാനിവിടെ വെള്ളമുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാ മുളക് ഉണ്ട് വെച്ചാൽ അതെടുത്താൽ മതിയിട്ടാ. അതൊന്ന് ചതക്കല്ലിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചതക്കല്ലിലാവുമ്പോൾ അധികം ചതച്ചെടുക്കണ്ട, ഒന്ന് വെറുതായി ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇതുപോലെ വേണം ചതച്ചെടുക്കാൻ. ഇത് ഏത് ചട്ടിയിലാണോ മീൻ വെക്കുന്നത് വെച്ചാൽ ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം. അഞ്ചെട്ട് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ കട്ട് ചെയ്തെടുത്താണ് അത് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചക്കക്കുരു വേവാനായിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം. ഇത് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാനായി മിക്സിയുടെ ജാറിലേക്ക് 2 പിടി നാളികേരം ഇട്ട് കൊടുക്കണം. ഒരു 2 അല്ലി വെളുത്തുള്ളി ചുമന്നുള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് വെള്ളം ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ വേണം അരച്ചെടുക്കാൻ. ഇപ്പം നമ്മുടെ ചക്കക്കുരുയൊക്കെ എന്തായി നോക്കാം. ഇപ്പോൾ ചക്കക്കുരുയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കയ്യിൽ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ വേഗം മുറിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ ചക്കക്കുരു വെന്തോന്ന് അർത്ഥട്ടാ. ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുരിങ്ങക്കായ കട്ട് ചെയ്തതും 1 മാങ്ങയാണ് പുളിക്ക് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് അധികം പുളിയില്ലാത്ത മാങ്ങയാണ്. വെള്ളം പോരാത്തതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മാങ്ങ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കണം. ഇനി 100 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം മൂടി വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരും ചെമ്മീനും മുരിങ്ങക്കായൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിക്സിയുടെ ജാറിൽ അരച്ച് വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കണം. ചാറ് കട്ടിയുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ നോക്കുക, പോരെങ്കിൽ ഇട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നേരം വീണ്ടും ഒന്ന് കുക്ക് ചെയ്യുക. അപ്പോൾ അരപ്പിൻ്റെ റോസ് സ്മെല്ലൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ ചക്കക്കുരും ചെമ്മീനും മുരിങ്ങയ്ക്കയും മാങ്ങയും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്ന് വറവിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് പോരാത്തതുകൊണ്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറവിട്ട് കൊടുക്കാനായി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് കടുകും ഉലുവയും പൊട്ടിച്ചെടുക്കുക. ഇതിലേക്ക് ചുമന്നുള്ളി ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുത്ത് ബ്രൗൺ കളറായി വരുമ്പോൾ കറിവേപ്പിലയും കുറച്ച് മുളക് പൊടി ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിട്ട് കൊടുത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അടിപൊളി ചെമ്മീനും മാങ്ങയും മുരിങ്ങയ്ക്കയും ചക്കക്കുരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. താങ്ക് യു.